നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. കോൺഗ്രസുകാർ പാലം കടക്കുവോളം നാരായണയും കടന്നാൽ കൂരായണയും പറയുന്നവരെന്ന് VS അച്യുതാനന്ദൻ. പാലം കടക്കുവോളം ഒരു തരത്തിലും MA ബേബി പ്രേമചന്ദ്രന് തുല്യമല്ലെന്ന് ഭാരതീപുരം ശശി. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഒരു തരത്തിലും പ്രേമചന്ദ്രന് ഒരു ഈക്വൽ അല്ല ശ്രീ MA ബേബി. മീനച്ചൂടിൽ കിഴക്കൻ മലയോര മേഖല കത്തിയെരിയുന്നു. പോരുമുറുകുന്നു. കിഴക്കൻ മേഖലയിൽ LDF പ്രചരണത്തിന് VS എത്തി. പ്രേമചന്ദ്രൻ സ്വീകരണ പരിപാടികൾ തുടരുന്നു. നാരായണയും കടന്നാൽ കൂരായണയും പറയുന്നവരാണ് കോൺഗ്രസുകാരെന്ന് VS അച്യുതാനന്ദൻ. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി MA ബേബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം അഞ്ചലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എന്ന് പറയുകയും പാലം കടന്നു കഴിയുമ്പോഴേക്ക് പാലത്തിൽ നിന്ന് താഴെ നോക്കുമ്പോൾ അഗാധമായ ജലാശയമാണ്. കത്തിയാൽ ആകെ കച്ചവടം ഒതുക്കുമെന്നുള്ളത് കൊണ്ട് നാരായണ 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 പാല ഇറക്കുന്നത് വരെ. പാല ഇറങ്ങിക്കഴിഞ്ഞാൽ കൂരായണ കൂരായണ എന്ന് ഉരുവിടുന്ന പോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചും മൻമോഹൻ സിംഗും നമ്മുടെ ജാണ്ടിയും കേരള കോൺഗ്രസും എല്ലാം പറയാൻ പോകുന്നത് ആ കൂരായണ എന്നായിരിക്കുമെന്ന് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധരായ ജനങ്ങളുണ്ട്. ഞാൻ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ? മത്സ്യത്തൊഴിലാളികളുടെ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. ഇവരെ തഴഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടി വോട്ട് തേടി നടക്കുന്നതെന്ന് VS കുറ്റപ്പെടുത്തി. ദശലക്ഷക്കണക്കായ മത്സ്യത്തൊഴിലാളികളാണ് കേരളത്തിന്റെ തീരപ്രദേശത്തുള്ളത്. അവർക്ക് തിരമാലകളെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സ്യം പിടിക്കാൻ പോകാൻ അല്പം മണ്ണെണ്ണ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇതുവരെയില്ല. കേരളത്തിലെ 20 പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ച് വോട്ടും ചോദിച്ചുകൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. എങ്ങോട്ടോ? ജില്ലയുടെ തീരപ്രദേശത്തെ ജനങ്ങൾ വിചാരിച്ചിരിക്കാതെ വെടികൊണ്ട് മരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇറ്റലിക്കാരായ ഈ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൂടി ഒരുക്കിയാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വെടിയേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കാൻ സാധ്യതയില്ല. ഈ കുറ്റവാളികൾക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള നടപടികളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നീങ്ങിയിട്ടില്ല. ഇറ്റാലിയരോട് കൂറുള്ള ആരെങ്കിലും കോൺഗ്രസിന്റെ തലപ്പത്തുള്ളതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് VS ആശങ്ക പ്രകടിപ്പിച്ചു. നമ്മുടെ തീരപ്രദേശത്തെ തൊഴിലാളികൾ വിചാരിച്ചിരിക്കാതെ 2 വെടിയുണ്ട അവരുടെ നെഞ്ചിന് കൊണ്ടു. അതേപ്പറ്റി ഇപ്പോൾ ഇറ്റലിക്കാരായിട്ടുള്ള ആ കപ്പലിന്റെ ഉടമകൾ പറയുന്നത് കപ്പൽചാലികളുടെ
തൊഴിലാളികൾ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് നഷ്ടപരിഹാരം കാര്യമായിട്ടൊന്നും തരാൻ വ്യവസ്ഥയില്ല എന്നാണ്. 2 തൊഴിലാളികളെ വെടിവെച്ച് കൊന്ന വെടിവെപ്പുകാരായിട്ടുള്ള ഇറ്റാലിയന്മാരെ കൊലപാതകത്തിന് കേസെടുത്ത് കൽത്തുറുങ്കിൽ അങ്ങനെ കൊല ചെയ്തവരെ സാധാരണ കോടതി വിചാരണ ചെയ്ത് ആവശ്യമായ ഗൗരവതരമായ ശിക്ഷ നൽകേണ്ടതാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതായിട്ടില്ലല്ലോ. അതിന് സഹായകമായ നിലയിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഇതുവരെ നീങ്ങിയിട്ടില്ല. പാവം തൊഴിലാളി അവര് ചത്താൽ ചത്ത് തൊട്ട് പോകട്ടെ എന്ന ചിന്തയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കുള്ളത്. പിന്നെ ഇറ്റാലിയന്മാരോട് പ്രത്യേക കൂറുള്ള ആരെങ്കിലും കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇപ്പോൾ കഴിയുന്നുണ്ടോ എന്തോ ഞാൻ പ്രത്യേകം ചോദിക്കേണ്ടതായിട്ടില്ല. കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ നിശിതമായ ഭാഷയിലാണ് VS വിമർശിച്ചത്. ഒട്ടേറെ വാഗ്ദാനങ്ങൾ വാരി വിതറിയ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തന്നെയില്ല. വീട് നൽകും എന്ന് വാഗ്ദാനം നൽകിയ കോൺഗ്രസ് ആദ്യം വീട് വയ്ക്കാൻ സ്ഥലമാണ് നൽകേണ്ടിയിരുന്നത്. സ്ഥലം നൽകാതെ വീട് മാനത്ത് കെട്ടിത്തരുമോ എന്ന് സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ചോദിച്ചു. കലണ്ടറുകൾ പോലെ ഭിത്തിയിൽ തൂക്കിയിടാനുള്ളതല്ല വീടുകളെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇത് പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കൾക്ക് സാമാന്യ വിവരം വേണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒട്ടേറെ വാഗ്ദാനങ്ങളാണ് വാരി നിരത്തിയിരിക്കുന്നത്. വീട് ഒന്ന് വേണമെങ്കിൽ അത് ഭൂമിയിൽ തന്നെ വേണ്ടതാണ്. അതിൽ ആദ്യം ഭൂമി കൊടുത്തോ എന്ന കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആകാശത്തിൽ തൂക്കിയിട്ടേക്കുമോ വീട്? നമ്മള് ഭിത്തിയിൽ ഭൂപടങ്ങൾ, അതേപോലെ തന്നെ പഞ്ചാംഗങ്ങൾ ഓരോ മാസവും ആളുകൾ മറിക്കുന്ന പഞ്ചാംഗ മാസങ്ങൾ ഇവയെല്ലാം ഭിത്തിയിൽ തൂക്കിയിടാം. അതുപോലെ ഇടാവുന്നതാണോ വീട്? അത് പ്രഖ്യാപിച്ചിട്ടുള്ള നേതാക്കൾക്ക് അത് സംബന്ധിച്ചുള്ള സാമാന്യ വിവരം വേണ്ടേ? വേണം. മലയോര മേഖലയുടെ സംരക്ഷണത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നും വിലക്കയറ്റവും സമസ്ത മേഖലകളിലും അഴിമതിയും പെരുകിയെന്നും VS കുറ്റപ്പെടുത്തി. പാവപ്പെട്ടവരെ, പട്ടിണിക്കാരെ, ഗരീബികളെ സമുദ്ധരിച്ച പാരമ്പര്യമുണ്ട്. ഗരീബി ഹടാവോ എന്ന് പറഞ്ഞിട്ടാണ് ദാരിദ്ര്യമില്ലായ്മ ചെയ്യുക എന്ന മുദ്രാവാക്യം അവർ വിളിച്ചത്. അവസാനം അവരെവിടെ എത്തി? ഗരീബി ഹടാവോ. ആര്? ഗരീബികളെ തന്നെ പുന്നൂർ MLA അഡ്വക്കേറ്റ് K. രാജു യോഗത്തിൽ അധ്യക്ഷനായി. ജോർജ് മാത്യു സ്വാഗതം പറഞ്ഞു. മുല്ലക്കര രത്നാകരൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
കൊല്ലത്തെ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രന്റെ സ്വീകരണ പരിപാടികൾ തുടരുന്നു. ചൊവ്വാഴ്ച അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര നടയിൽ നിന്നാണ് സ്വീകരണ പരിപാടികൾ തുടങ്ങിയത്. അച്ചൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനത്തിന് ശേഷം അവിടുത്തെ വോട്ടർമാരുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ സ്ഥാനാർത്ഥി ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ രണ്ടാം ഘട്ട പ്രചരണത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അച്ചൻകോവിലിലെ വിവിധ പ്രദേശങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട സ്ഥാനാർത്ഥി അഭ്യർത്ഥന നടത്തി. തുടർന്ന് ക്ഷേത്രനടയോട് ചേർന്നുള്ള സ്റ്റേജിൽ സ്വീകരണ പരിപാടി KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയം മാറ്റിവെച്ച് ചിന്തിച്ചാൽ പോലും ഇന്ത്യൻ പാർലമെന്റിലെത്താൻ LDF സ്ഥാനാർത്ഥിയെക്കാളും എന്തുകൊണ്ടും യോഗ്യത NK പ്രേമചന്ദ്രനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏറ്റവും നന്നായി പാർലമെന്റ് കാര്യങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന ശ്രദ്ധേയനായ ഒരു MP ആയിരിക്കും അദ്ദേഹം എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. എതിർ സ്ഥാനാർത്ഥി ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഒരു തരത്തിലും പ്രേമചന്ദ്രന് ഒരു ഈക്വൽ അല്ല ശ്രീ MA ബേബി. വിദ്യാഭ്യാസത്തിൽ ശ്രീ പ്രേമചന്ദ്രൻ MA കേരള യൂണിവേഴ്സിറ്റിയുടെ ഗോൾഡ് മെഡലിസ്റ്റാണ്. സുവർണ്ണ മെഡൽ നേടി LLB പാസ്സായ ആളാണ്. ആദ്യ പ്രസംഗം ഇന്ത്യൻ പാർലമെന്റിൽ നടത്തിയപ്പോൾ അദ്ദേഹത്തെ പ്രധാനമന്ത്രി ഇറങ്ങി വന്ന് അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്തു. അത്രയും മിടുക്കനായ ആളാണ് ശ്രീ പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രൻ കാലുമാറിയെന്ന് കമ്മ്യൂണിസ്റ്റുകൾ പ്രചരിപ്പിക്കുന്നു. പ്രേമചന്ദ്രൻ കാലുമാറിയില്ല. RSP ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്തു. രാഷ്ട്രീയ തീരുമാനം എന്തെന്ന് വെച്ചാൽ RSPയുടെ പാർലമെന്റ് സീറ്റ് അവിഹിതമായി കൈയടക്കി വെച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുന്നണിയിൽ നിന്ന് വിട്ടുപോരാൻ RSP പൗരുഷത്തോടെ തീരുമാനിച്ചു. ജനങ്ങളുടെ പ്രതികരണം തനിക്ക് ആത്മവിശ്വാസം നൽകുന്നുവെന്ന് NK പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇന്നലെ വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനം ആ മുന്നണി വിട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ചേർന്നതിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ 14 ലക്ഷത്തിലധികം വരുന്ന വോട്ടർമാർ അടങ്ങുന്ന ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങളെ വോട്ടർമാരെ അഭിമുഖീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് അനിതര സാധാരണമായിട്ടുള്ള അനുഭവമാണ്, സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു. ഞങ്ങൾ ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഐക്യ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിൽ തന്നെ ഇത് പ്രകടനാർഹമാക്കി മാറ്റാമെന്നാണ് എന്റെ വിശ്വാസം. സ്വീകരണ ചടങ്ങിൽ കോൺഗ്രസ് പുന്നൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഇടമൺ ഇസ്മായിൽ അധ്യക്ഷനായി. പുന്നൂർ മധു, കരിക്കത്തിൽ പ്രസേനൻ, ബെന്നി കക്കാട്, തടിക്കാട് ഗോപാലകൃഷ്ണൻ, D ശശിധരൻ, M നാസർ ഖാൻ, K ശശിധരൻ, മാമ്പഴത്തറ സലീം, SC സഞ്ജയ് ഖാൻ, ചാമകാല ജ്യോതികുമാർ, അച്ചൻകോവിൽ രഘു, ഇടമൺ ഇസ്മായിൽ, സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. കാർഷികോൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് വാങ്ങുമ്പോൾ വിലക്കയറ്റവും വിൽക്കുമ്പോൾ വിലയിടിവും നേരിടുന്നത് സാധാരണ ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കിയെന്ന് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ വെഞ്ചെമ്പിൽ ഇടതുമുന്നണിയുടെ പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളവ പൊതുവിപണിയിൽ വാങ്ങുന്നതിന് തീവിലയും കർഷകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ വലിയ വിലയിടിവും നേരിടുന്നത് സാധാരണക്കാരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S ജയമോഹൻ പറഞ്ഞു. വെഞ്ചെമ്പിൽ LDF യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ നാടിനെ ഒട്ടാകെ വലയ്ക്കുന്നു. റബ്ബർ ഇറക്കുമതി നയം കേന്ദ്രം നടപ്പാക്കിയതോടെ ഈ രംഗത്തെ കർഷകരുടെ കുടുംബങ്ങൾ പട്ടിണിയിലായി. തദ്ദേശ സ്ഥാപനങ്ങൾ MLA ഉൾപ്പെടെയുള്ളവരുടെ വികസന ഫണ്ടുകൾ ജനോപകാരപ്രദമായി വിനിയോഗിക്കുമ്പോൾ MP ഫണ്ട് കൂടി നാടിന്റെ വികസനത്തിന് മാതൃക ഉപയോഗപ്പെടുത്താൻ ഇടതുപക്ഷ MPയെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അഭികാമ്യമാകുമെന്നും S ജയമോഹൻ പറഞ്ഞു. വാങ്ങുന്ന എല്ലാ സാധനത്തിന്റെയും വില ക്രമാതീതമായ നിലയിൽ ഉയർന്നിരിക്കുന്നു. വിൽക്കുന്ന സാധനത്തിന്റെ വിലയോ ഇടിയുന്നു. വാങ്ങുന്ന സാധനങ്ങളുടെ വില ഉയരുന്നു, വിൽക്കുന്ന സാധനങ്ങളുടെ വില ഇടിയുന്നു. അതാണ് ഈ ഭരണത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടം. വിൽക്കാൻ നമ്മുടെ കയ്യിലുള്ള സാധനം വിൽക്കാൻ നമ്മുടെ കയ്യിലുള്ള സാധനം റബ്ബറാണ്. 250 രൂപ റബ്ബറിന് വില ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ നമ്മൾ കൊടുക്കുന്ന വിലയാണ് ടയർ വാങ്ങുന്നതിന് നമ്മൾ കൊടുക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P സുധീർ രണ്ടാം ഘട്ട പ്രചരണത്തിൽ സജീവമായി. വ്യാഴാഴ്ച പത്തനാപുരത്ത് സ്ഥാനാർത്ഥി വോട്ടർമാരെ കാണാനെത്തി. രണ്ടാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് P സുധീറും പോർക്കളത്തിൽ സജീവമായിരിക്കുകയാണ്. പത്തനാപുരം ടൌണിൽ വോട്ട് തേടിയെത്തിയ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സുധീറിനെ BJP പ്രവർത്തകർ ആവേശത്തോടെ വരവേറ്റു. ടൌണിന്റെ പല ഭാഗങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം വോട്ടഭ്യർത്ഥിച്ചു. BJP പ്രവർത്തകർക്കൊപ്പം വോട്ട് തേടിയെത്തിയ സുധീർ KSRTC ബസ് സ്റ്റേഷനിലെത്തിയ യാത്രക്കാരെയും ജീവനക്കാരെയും നേരിൽ കണ്ട് വോട്ട് ചോദിച്ച ശേഷം പത്തനാപുരം മത്സ്യ മാർക്കറ്റിലും പച്ചക്കറി കടകളിലും മാർക്കറ്റിനുള്ളിലെ വിവിധ സ്ഥാപനങ്ങളിലും സന്ദർശനം നടത്തി. വേനൽ ചൂടിന്റെ കാഠിന്യം പോലും വകവയ്ക്കാതെ ജനമധ്യത്തിലിറങ്ങിയ BJP സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് തനിക്ക് വോട്ട് ചെയ്യണമെന്നായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കിഴക്കൻ മേഖലയിൽ വാഹന പരിശോധന ശക്തമായി തുടരുന്നു. തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമാണിത്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് കർശന പരിശോധന തുടരുന്നത്. ഇതിന്റെ ഭാഗമായി കലയനാട് വ്യാഴാഴ്ച വാഹന പരിശോധന നടത്തി. പുനലൂർ താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ TM ഏലിയാമ്മയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് വാഹന പരിശോധന നടത്തുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് പണമോ ആയുധങ്ങളോ ജില്ലയിലേക്ക് എത്തുന്നത് തടയാനാണ് വാഹന പരിശോധന കർശനമാക്കിയിരിക്കുന്നത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമായ ആര്യങ്കാവിലും പോലീസിന്റെ സഹായത്തോടെ വാഹന പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കത്തിയെരിയുന്ന മീനച്ചൂടിൽ വെന്തുരുകുകയാണ് ജില്ലയുടെ കിഴക്കൻ മലയോരം. പുനലൂരടക്കമുള്ള പ്രധാന പട്ടണങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസിനു മേലെയാണ് താപനില. സൂര്യാഘാതവും വരൾച്ചയും ജനജീവിതം ദുസ്സഹമാക്കുകയാണ്. മീനമാസത്തിലെ ചുട്ടുപൊള്ളുന്ന ചൂടിൽ ജില്ലയുടെ കിഴക്കൻ മേഖല ഉരുകുകയാണ്. രാവിലെ 10 മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതി. ചൂട് കാറ്റിന് പുറമെ ഉച്ചവെയിലും കൂടിയാകുമ്പോൾ ജനം വിയർത്തൊലിക്കുന്നു. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് അതികഠിനമായ ചൂടാണ് ഇപ്പോൾ പുനലൂരിലടക്കം അനുഭവപ്പെടുന്നത്. പകൽ സമയത്ത് പട്ടണത്തിൽ തിരക്ക് നന്നേ കുറവാണ്. പൊരിവെയിലത്ത് കാത്തിരിക്കുന്ന ചെറുകിട കച്ചവടക്കാരാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ദുരിതത്തിലായിരിക്കുന്നത്. നഗരത്തിന്റെ പ്രധാന കവലകളിലെല്ലാം ചൂട് മൂലം തിരക്ക് കുറവാണ്. രാവിലെ 10 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 5 മണി കഴിഞ്ഞുമാണ് കച്ചവടം നടക്കുന്നത്. ആൾക്കാർ ഇറങ്ങുന്നില്ല, ഭയങ്കര ചൂടാണ്. ഇന്ന് കച്ചവടം ചെയ്യാൻ പോലും കണ്ണിക്കൂടാണ് ചൂട് പറയുന്നത്. ഭയങ്കര ചൂടാണ്. ജനങ്ങൾ പോലും വരുന്നില്ല, മനുഷ്യരിറങ്ങുന്നില്ല. കച്ചവടം കുട ചൂടാതെ പട്ടണത്തിലൂടെ നടക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതികഠിനമായ ചൂടിനെ തുടർന്ന് രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും പുനലൂർ നിവാസികളെ നട്ടം തിരിക്കുന്നുണ്ട്. വയലിൽ പണിയെടുക്കുന്നതിനിടെ കുളക്കട കുണ്ടത്തിൽ ബിജുകുമാറിന് സൂര്യാഘാതമേറ്റത് കഴിഞ്ഞ ദിവസമാണ്. ശരീരത്തിൽ നീറ്റലും പുകച്ചിലും അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സൂര്യാഘാതമാണെന്ന് വ്യക്തമായത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ ആദ്യവാരത്തിന് ശേഷമാണ് ജില്ലയിൽ സൂര്യതാപം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇത്തവണ മാർച്ച് അവസാന വാരത്തിൽ തന്നെ സൂര്യാഘാതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. ചൂട് അസഹനീയമാകുന്നതാണ് സൂര്യാഘാതമുണ്ടാക്കാൻ കാരണം. കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതൽ വെറുതെയൊക്കെ പൊള്ളിയിരിക്കുവോ? ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ചെറിയ തോതിൽ മഴ ലഭിച്ചെങ്കിലും മീനച്ചൂടിന് അറുതിയായിട്ടില്ല. ഉച്ചയ്ക്ക് അപൂർവമായെങ്കിലും മഴമേഘങ്ങൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും കാറ്റിന് ശക്തി കുറവായതിനാലാണ് മഴ പെയ്യാത്തതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഈ വാരത്തിൽ ശക്തമായ ചൂടാണ് അനുഭവപ്പെട്ടത്. കടുത്ത കുടിവെള്ളക്ഷാമമുള്ളതിനാൽ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും അടക്കമുള്ള പകർച്ചവ്യാധികളും പകരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര, പുനലൂർ. രശ്മി വധക്കേസിൽ വ്യാജരേഖ ചമച്ച് ജാമ്യം നേടിയ സംഭവത്തിൽ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ കൊട്ടാരക്കര കോടതിയിൽ ഹാജരാക്കി. ബിജുവിനെ റിമാൻഡ് ചെയ്ത കോടതി ഏപ്രിൽ 1 കേസ് വീണ്ടും പരിഗണിക്കും. ആദ്യ ഭാര്യ രശ്മിയെ കൊലപ്പെടുത്തിയ ശേഷം വ്യാജരേഖ ചമച്ച് 2010 ജാമ്യത്തിലിറങ്ങിയ കേസിലാണ് സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനെ കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി ബിജുവിനെ റിമാൻഡ് ചെയ്തു. കേസ് ഏപ്രിൽ 1 വീണ്ടും പരിഗണിക്കും. രശ്മി വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ബിജു. വ്യാജ ജാമ്യക്കാരുടെയും വ്യാജരേഖകളുടെയും സഹായത്തോടെ ജാമ്യത്തിലിറങ്ങിയ കേസിൽ ബിജുവിന്റെ അമ്മ രാജമ്മാൾ ഉൾപ്പെടെ 2 വ്യാജ ജാമ്യക്കാർ എന്നിവരാണ് കൂട്ടുപ്രതികൾ. കേസിലെ ഒരു വ്യാജ ജാമ്യക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റൊരാൾക്കായി തെരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. വലുപ്പമേറിയ അറ്റ്ലസ് ശലഭങ്ങൾ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ പതിവ് കാഴ്ചയാകുന്നു. നിശാശലഭങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഇവയെ കൌതുകത്തോടെയാണ് ജനങ്ങൾ നോക്കിക്കാണുന്നത്. കൊട്ടാരക്കര ബ്യൂറോയുടെ റിപ്പോർട്ട്. ചക്കുവരയ്ക്കൽ ചാരുംകുഴി പറങ്ങാട്ട് മുരളീധരന്റെ വീട്ടിലാണ് ഈ സർപ്പശലഭം എത്തിയത്. ഞായറാഴ്ച രാവിലെ മുരളീധരന്റെ മക്കളാണ് സർപ്പശലഭത്തെ ആദ്യം കണ്ടത്. റബ്ബറെ വന്ന് ഇരുന്നപ്പോ മോൻ കണ്ട്, മോൻ അത് അപ്പുറത്തെ അപ്പയെ വിളിച്ച് കാണിച്ച്, അപ്പ എല്ലാരെയും വിളിച്ച് കാണിച്ച് എല്ലാരും വന്ന് കണ്ട്, പിന്നെ ഫോട്ടോ എടുത്ത് ഒരുപാട് പേര് വന്ന് ഫോട്ടോയും എടുത്ത് ഇങ്ങനെ പോയി. അത് പിന്നെ ഇവിടെ വന്ന് അത് കഴിഞ്ഞ് ഇവിടെ പറന്ന് ഇവിടെ വന്നിരുന്നു. കണ്ട മാത്രയിൽ തന്നെ സമീപവാസികളെയും വീട്ടുകാരെയും വിവരമറിയിച്ചു. വലിപ്പമുള്ള ശലഭത്തെ കൌതുകത്തോടെയാണ് നാട്ടുകാർ വീക്ഷിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമാണ് അറ്റക്കാമ ഇനത്തിൽപ്പെട്ട അറ്റ്ലസ് ശലഭം. നിബിഡ വനപ്രദേശങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ഇവയുടെ ഇരുചിറകുകളും വിടർത്തുമ്പോൾ 210 മില്ലിമീറ്റർ വരെ നീളമുണ്ട്. ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണിതിന്. ചിറകിന്റെ മുൻവശത്ത് അറ്റത്തായി പാമ്പിന്റെ കണ്ണുകളെ പോലെ കറുത്ത പാടുകളുമുണ്ട്. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാണിത്. മുൻപിൽ ചിറകുകളിൽ വെളുത്ത നിറത്തിൽ ത്രികോണ അടയാളങ്ങളുമുണ്ട്. ചിറകിന്റെ പുറത്ത് പാമ്പിന്റെ തലയുടെ രൂപമുള്ളതിനാൽ
സ്നേക് ഹെഡ് എന്നാണ് ശാസ്ത്രലോകത്ത് ഇതറിയപ്പെടുന്നത്. തലയുടെ മുകളിൽ അതിമനോഹരമായ 2 തൂവലുകളുമുണ്ട്. സാധാരണ ശലഭങ്ങളെ പോലെ ജീവിതചക്രമുള്ള ഇവ നിത്യഹരിത വൃക്ഷങ്ങളുടെ ഇലകളിലാണ് മുട്ടയിടുന്നത്. കറുപ്പ്, തവിട്ട്, പർപ്പിൾ നിറങ്ങളിൽ അറ്റ്ലസ് ശലഭങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ ശലഭങ്ങൾക്ക് 2 ആഴ്ച മാത്രമേ ആയുസുള്ളൂ. അറ്റ്ലസ് ശലഭങ്ങൾ ആവാസ വ്യവസ്ഥയിൽ നിന്ന് അധിക ദൂരം പോകാറില്ല. തെക്കുകിഴക്കൻ ഏഷ്യയിലെ വനമേഖലകളിൽ ഈർപ്പമുള്ള പ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായും കണ്ടുവരാറുള്ളത്. സാധാരണഗതിയിൽ 10 മുതൽ 12 ഇഞ്ച് വരെയാണ് ഇവയുടെ വിടർത്തിയ ചിറകുകളുടെ നീളം. ഈ വിഭാഗത്തിൽ ആൺശലഭങ്ങളെക്കാൾ കൂടുതൽ വലിപ്പവും ഭംഗിയും പെൺശലഭങ്ങൾക്കാണ്. 2 ആഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന വർണ്ണശബളമായ ജീവിതത്തിൽ ഈ ശലഭങ്ങൾ ആഹാരം കഴിക്കാറില്ല. പുഴുവായിരിക്കെ ആഹരിച്ചതിന്റെ കരുതൽ ഉപയോഗപ്പെടുത്തിയാണ് പ്രജനനത്തിന് മാത്രമുള്ള ജീവിതം നയിക്കുന്നത്. വായഭാഗം തീരെ വികാസം പ്രാപിക്കാറില്ല. പെൺശലഭങ്ങളുടെ പ്രത്യേക ഹോർമോൺ ഗന്ധത്തിൽ ആകൃഷ്ടരായാണ് ആൺശലഭങ്ങൾ ഇണചേരാനെത്തുന്നത്. ഇലകൾ കോട്ടിവളച്ചും പട്ടുനൂൽ കൊണ്ട് നെയ്താണ് പുഴു സമാധിയിരിക്കുന്നത്. 4 ആഴ്ച കൊണ്ട് ഇവ ശലഭങ്ങളായി പുറത്തുവരും. പട്ടുനൂലിന് വേണ്ടി ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ അറ്റ്ലസ് ശലഭങ്ങളെ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്താറുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. നാട് കുടിവെള്ളത്തിനായി പരക്കം പായുമ്പോഴും ശുദ്ധജലം പാഴാകുന്നത് പതിവ് കാഴ്ചയാകുന്നു. ഉദ്യോഗസ്ഥ തലത്തിലെ അനാസ്ഥ കാരണം പത്തനാപുരത്തും പരിസര പ്രദേശങ്ങളിലും കുടിവെള്ളം പാഴാകുന്നത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇത് പത്തനാപുരത്തെ പതിവ് കാഴ്ചയാണ്. പുഴകളും തോടുകളും കിണറുകളും ഉൾപ്പെടെ എല്ലാ ജലസ്രോതസ്സുകളും വറ്റിവരളുമ്പോഴും പുനലൂർ മൂവാറ്റുപുഴ പ്രധാന പാതയിൽ ഇത്തരം കാഴ്ചകൾ പതിവാണ്. ലോക ജലദിനം കടന്നുപോയത് 2 ദിവസം മുൻപാണ്. കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയും KIPയുടെ കനാലുകൾ കവിഞ്ഞൊഴുകിയും നഷ്ടമാകുന്നത് ആയിരക്കണക്കിന് ലിറ്റർ ശുദ്ധജലമാണ്. അതിരൂക്ഷമായ വേനൽ മൂലം കുടിവെള്ളത്തിനായി പൊതുജനം നെട്ടോട്ടമോടുമ്പോൾ അധികൃതരുടെ അനാസ്ഥ മൂലം പത്തനാപുരം മേഖലയിൽ നഷ്ടമാകുന്ന കുടിവെള്ളത്തിന് കണക്കില്ല. KIPയുടെ മെയിൻ കനാലുകളിലും സബ് കനാലുകളിലും കൃത്യതയോടെ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് മൂലം കാടുമൂടിയും മാലിന്യങ്ങൾ നിറഞ്ഞും കനാലുകൾ നശിച്ച അവസ്ഥയിലാണ്. കനാലുകളുടെ തകർച്ച മൂലം ജലം പാഴാകുന്നതും പതിവാണ്. ഒപ്പം വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിയും ടാപ്പുകൾ ഒടിഞ്ഞുമെല്ലാം കുടിവെള്ളം പാഴാകാറുണ്ട്. KIPയുടെയും വാട്ടർ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥരോട് പരാതിപ്പെട്ടാൽ അവർ ഇത്തരം കാര്യങ്ങളിൽ നിന്നും സത്വരമായ ഒരു നടപടിയും സ്വീകരിക്കാറില്ല. പത്തനാപുരം ടൌണിൽ വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലുള്ള പൈപ്പ് പൊട്ടിയത് മൂലം ദിവസങ്ങളോളം ജലവിതരണം തടസ്സപ്പെട്ടിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ നിസ്സംഗത പാലിക്കുകയാണ് ചെയ്യുന്നത്. അംഗീകാരമില്ലാത്ത കമ്പനികളുടെ നിലവാരമില്ലാത്ത പൈപ്പ് ലൈനുകൾ ഉപയോഗിക്കുന്നതിനാലാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ തുടർച്ചയായി പൊട്ടുന്നതെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. കോൺഗ്രസുകാർ പാലം കടക്കുവോളം നാരായണയും കടന്നാൽ കൂരായണയും പറയുന്നവരെന്ന് VS അച്യുതാനന്ദൻ. പാലം കടക്കുവോളം നാരായണ നാരായണ നാരായണ. ഒരു തരത്തിലും MA ബേബി പ്രേമചന്ദ്രന്റെ തുല്യമല്ലെന്ന് ഭാരതീപുരം ശശി. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഒരു തരത്തിലും പ്രേമചന്ദ്രന് ഒരു ഈക്വൽ അല്ല ശ്രീ MA ബേബി. മീനച്ചൂടിൽ കിഴക്കൻ മലയോര മേഖല കത്തിയെരിയുന്നു. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.